അടിപൊളി. അത്രയും ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതെന്ന് മകരവിളക്കും മകരജ്യോതിയും ധ്രുവ നക്ഷത്രമാണ് നമ്മൾ പറഞ്ഞത്. അത് ആ സമയത്ത് അവിടെ നിന്നാൽ മാത്രം കാണാവുന്ന ഒരു നക്ഷത്രമാണ്. ആ ധ്രുവ നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ധ്രുവം ആ ധ്രുവ നക്ഷത്രത്തിന്റെ പ്രത്യേകത. മകര ഒന്നിന് അല്ലെ മകരവിളക്കം എന്ന് പറയുന്ന ദിവസത്തിനും അത് പ്രാധാന്യം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ആ നക്ഷത്രത്തിന്റെ അന്ന് അവിടെ നിന്നാൽ കാണാൻ പറ്റുന്ന ആ നക്ഷത്രത്തിന്റെ പ്രാധാന്യം കൂടി അങ്ങനെ പറഞ്ഞു നന്നായി. അത് വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു നക്ഷത്രമാണത്. ധ്രുവ നക്ഷത്രമാണ്. അത് എല്ലായിടത്തും നിന്നാൽ ദർശനം കിട്ടാത്ത ഒന്നുകൂടിയാണ്. അത് ദർശിക്കണമെങ്കിൽ ഏറ്റവും ദർശന ഭാഗ്യം ലഭിക്കുന്ന ഒരിടം കൂടിയാണ് ആ ക്ഷേത്രഭൂമി. ഓരോ ക്ഷേത്രഭൂമിക്കും ഈ ഗ്രഹങ്ങളുമായിട്ട് നക്ഷത്രങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ക്ഷേത്രഭൂമി എന്ന് പറഞ്ഞാൽ വെറുതെയല്ല, നമ്മുടെ മുഴുവൻ ആഗ്രഹങ്ങൾക്കും കാരണം ഗ്രഹങ്ങളാണ്. നമ്മുടെ ജീവനെ നിറയ്ക്കുന്നതിന് കാരണം ജീവന്റെ വൈഭവമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഇപ്പോൾ ഒരു മൗണ്ടിന് ഷൺമുഖഭാവത്തെ ഏകുന്നത് ജ്യോതി എന്ന് പറഞ്ഞാൽ പൊന്നമ്പലമേട്ടിൽ അയ്യപ്പൻ്റെ ഭൂതഗണങ്ങൾ വന്ന് കത്തിക്കുന്ന ഒരു ദീപമാണ് എന്നായിരുന്നു ഇത്ര കാലവും ഈ അയ്യപ്പ വിശ്വാസികൾ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. 1970-കളിൽ തന്നെ കേരള യുക്തിവാദി സംഘം പോലെയുള്ള സംഘടനകൾ ഇത് അവിടെ മനുഷ്യൻ കത്തിക്കുന്നതാണെന്നും അതൊരു ദിവ്യ ജ്യോതിസല്ല അല്ലെങ്കിൽ അപൗരുഷേയമായ ഒരു ജ്യോതിസല്ല എന്നും അത് ഭൂതഗണങ്ങൾ വന്ന് കത്തിക്കുന്നതല്ല എന്നൊക്കെ കണ്ടെത്തുകയും അതിൻ്റെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്നാലും പിന്നീടും ദശാബ്ദങ്ങൾ ഇത് കത്തിക്കുന്നതല്ല, അവിടെ തെളിയുന്നതാണ് എന്നും അയ്യപ്പൻ്റെ ഭൂതഗണങ്ങൾ തന്നെ വന്ന് തെളിയിക്കുന്നതാണ് എന്നൊക്കെയുള്ള വിശ്വാസം ഈ അയ്യപ്പ ഭക്തർ ആയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരൊക്കെ ശരിക്കും വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ മകരജ്യോതി കാണാനുള്ള തിക്കിലും തിരക്കിലും പെട്ട് 2011 പൊന്നമ്പലമേട്ടിലുണ്ടായ ഒരു ദുരന്തത്തെ തുടർന്ന് ഹൈക്കോടതിയിൽ ഈ ദേവസ്വം ബോർഡും സർക്കാരുമൊക്കെ ഒരു സത്യവാങ്മൂലം കൊടുക്കുകയുണ്ടായി. ആ സത്യവാങ്മൂലത്തിലാണ് ഈ മകരവിളക്ക് കത്തുന്നതല്ല എന്നും അത് കത്തിക്കുന്നതാണ് എന്നും അവർ സത്യവാങ്മൂലം കൊടുത്തതിനെ തുടർന്നാണ് പിന്നീട് ഈ മകരവിളക്ക് വേറെ മകരജ്യോതി വേറെ എന്നൊക്കെയുള്ള ഇത്തരത്തിലുള്ള പ്രചാരണം ഉണ്ടായത്. അതായത് മകരജ്യോതി എന്ന് പറയുന്നത്, മകരവിളക്ക് എന്ന് പറയുന്നത് അവിടെ കത്തിക്കുന്നത് തന്നെയാണ്. എന്നാൽ ആകാശത്ത് വരുന്ന നക്ഷത്രമാണ് ഈ മകരജ്യോതി എന്ന് പറയുന്നത്. അത് പിന്നെ കത്തിക്കുന്നതല്ല, മറിച്ച് അത് ആ ഒരു തെളിയുന്ന ഉദിക്കുന്ന നക്ഷത്രം, ഈ മകരവിളക്ക് സമയത്ത് ഉദിക്കുന്ന ആ നക്ഷത്രത്തിനെയാണ് നമ്മൾ ജ്യോതി എന്ന് പറയുന്നത് എന്നും അത് മറ്റേ കത്തിക്കുന്ന സാധനം അങ്ങനെ തന്നെയാണ് എന്നൊക്കെയുള്ള പ്രചരണം പിന്നീട് ഈ ഹൈക്കോടതിയിൽ ഇതിൻ്റെ പൊള്ളത്തരം സത്യം തുറന്നു വരേണ്ടി വന്നതിന് ശേഷം പ്രചരിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നക്ഷത്രം ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. നക്ഷത്രം എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഹൈഡ്രജൻ ബോംബ് ഫാക്ടറികളാണ് ഈ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആകാശത്തിലേക്ക് നോക്കിയാൽ ഒരുപാട് നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പകൽ സമയത്ത് നമുക്ക് നക്ഷത്രത്തിനെ കാണാൻ കഴിയാത്തതെന്ന് വെച്ചാൽ ഈ സൂര്യൻ്റെ വെളിച്ചത്തിൽ നക്ഷത്രം അകലെയുള്ള നക്ഷത്രത്തിനുള്ള വെളിച്ചം മങ്ങിപ്പോകുന്നത് കൊണ്ടാണ് നമുക്ക് നക്ഷത്രത്തിനെ കാണാൻ കഴിയാത്തത്. അല്ലാതെ രാത്രി നക്ഷത്രം ഉദിച്ചു വരുന്നതല്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ ശബരിമല ഉള്ളൊരു പോലുള്ള സ്ഥലത്ത് ഒരു എന്താ